നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നത്. അഞ്ചലിൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്നു. കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഖനനത്തിനായി IRA ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൌസ് മുതൽ വെള്ളനാതുരുത്ത് വരെ സൈക്കിൾ ട്രാക്ക് ആൻഡ് വോക്ക് വേ സ്ഥാപിക്കുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്ന തരത്തിലാണ് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 3 മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വില വർധനവാണിത്. പുതുക്കിയ നിരക്കുകൾ ജൂൺ 7 മുതൽ നിലവിൽ വന്നു. വില പരിഷ്കരണത്തോടെ ഡൽഹിയിൽ 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്ന് 942 രൂപയായി ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വാതക വിതരണത്തിലുണ്ടായ തടസ്സങ്ങളാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 7-ന് സിലിണ്ടറിന് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. പ്രാദേശിക നികുതികളും ഗതാഗത ചെലവുകളും അനുസരിച്ച് ഓരോ നഗരങ്ങളിലും വിലയിൽ മാറ്റമുണ്ടാകുമെങ്കിലും വില വർധനവ് രാജ്യമൊട്ടാകെ ബാധകമാണ്. വില പരിഷ്കരണത്തിന് മുൻപ് ഓരോ സിലിണ്ടറിലും എണ്ണ കമ്പനികൾക്ക് ഏകദേശം 703 രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായാണ് വ്യവസായ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ വർധനവ് നഷ്ടം ഭാഗികമായി മാത്രമേ പരിഹരിക്കുന്നുള്ളൂവെന്നാണ് കമ്പനികൾ വാദിക്കുന്നത്. ഈ വാദം വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിക്കാനാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിൽ 1000 രൂപയ്ക്ക് അടുത്തായി ഇന്ധനവില. പാചകവാതകത്തിന് പുറമെ മറ്റ് ഇന്ധനവിലകളിലും മാറ്റമുണ്ട്. മെയ് പകുതി മുതൽ ഇതുവരെ പെട്രോൾ ഡീസൽ വിലകളിൽ ലിറ്ററിന് 7.5 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. CNG വിലയിലും കിലോയ്ക്ക് 6 രൂപയുടെ വർധനവുണ്ടായി. ഇത്രയും വില കൂട്ടിയിട്ടും പെട്രോളിന് ലിറ്ററിന് 11 രൂപയും ഡീസലിന് 33.6 രൂപയും എന്ന കണക്കിൽ തങ്ങൾ ഇപ്പോഴും നഷ്ടത്തിലാണെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. അഞ്ചലിൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്ന കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. തുണിക്കച്ചവടം ചെയ്തുവന്ന ഓമനയുടെ 2.25 പവന്റെ സ്വർണമാലയാണ് ഇയാൾ മോഷ്ടിച്ചത്. കൊല്ലത്ത് ട്രെയിനിൽ വന്നിറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. എനിക്ക് എല്ലാവരോടും തന്നെ, പോലീസുകാരും അല്ലാത്തവരും എനിക്ക് ചെയ്തവരെല്ലാം എനിക്ക് വളരെ സന്തോഷം. ഞാൻ അവരോട് സന്തോഷപ്പെടുന്നു. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നേരം വെളുത്ത് വന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് കണ്ണുനീരുമില്ല, എനിക്ക് പറയാനുമില്ല. കൊല്ലം അഞ്ചലിൽ പട്ടാപ്പകൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതിയെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്യൂട്ടോറിയൽ അധ്യാപകനായ അഞ്ചൽ പനയഞ്ചേരി പ്ലാവിള വീട്ടിൽ ഹരീഷ് കുമാറാണ് പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ ചന്തമുക്കിൽ ഫുട്പാത്തിനോട് ചേർന്ന തുണിക്കച്ചവടം നടത്തിവന്ന വയോധികയായ അഞ്ചൽ വയലാ സ്വദേശിനി ഓമനയുടെ 2.25 പവന്റെ സ്വർണമാലയാണ് ഇക്കഴിഞ്ഞ 27-ാം തീയതി ഇയാൾ മോഷ്ടിച്ചത്. മഴ നനഞ്ഞ് നിന്നപ്പം പറഞ്ഞു, ഞാൻ അധ്യാപകനാ, പൈസ എടുക്കാൻ വന്നപ്പോൾ 2 ദിവസത്തെ അവധിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന നാളെ കഴിഞ്ഞ് അങ്ങ് പോണോന്നും പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നത്. അതുകൊണ്ടല്ല ഞാനും ഓർത്തു മുഖമൊന്നും കാണാഞ്ഞുകൊണ്ട് അധ്യാപകനായിരിക്കുമെന്ന് എനിക്കിതിലൊരു പോക്കും എനിക്ക് വന്നില്ല. എനിക്കിതിലൊരു ഓർമ്മ എനിക്ക് വന്നില്ല. കാരണം ഞാൻ നടക്കുന്ന വഴിയിലൊന്നും ഇങ്ങനെയൊരു വഴി വന്ന് ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പോവുകയൊക്കെ. എന്നിട്ട് എനിക്കൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇളെ അവിടെ നിർത്തിയതും നിന്നതും കേട്ടോ. നനയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഇങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ആശുപത്രിയിൽ പോയി നിൽക്കുന്നു ഞാൻ പറഞ്ഞു. വേണ്ട, ഇവിടെ നിന്ന് നനയത്തില്ലെന്നും പറഞ്ഞു. ഇതിനാ ഉദ്ദേശിച്ചാന്ന് എനിക്കറിയാവോ. ഇതിനായി ഒട്ടിപ്പിടിച്ച് നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോയി. ആ വലിയ മഴയത്താണ് വിട്ടു. ഒരു മനുഷ്യരില്ല. ചത്താലും കെട്ടാലും ഒരു വഴിയിലെങ്ങും ആളില്ല. അതുപോലത്തെ മഴയായിരുന്നു ബുധനാഴ്ച ഉച്ചയായപ്പോൾ. തുടർന്ന് CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി വരികയും അഞ്ചലിലെ ബാറിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ചിത്രത്തിൽ നിന്ന് ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാസർഗോഡ് നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ വന്നിറങ്ങിയ ഹരീഷ് കുമാറിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കാസർഗോഡ് ബന്ധുവായി ചേർന്ന് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിവരികയാണെന്നും
താൻ പൊട്ടിച്ച സ്വർണമാലയുടെ ഒരു ഭാഗം ആയൂരിലെ സ്വകാര്യ ധനകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കുകയും ബാക്കിയുള്ളത് കാസർഗോഡ് വിൽപ്പന നടത്തിയതായും ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മാല പൊട്ടിച്ചു കൊണ്ടുപോയ പ്രതിയെ കിട്ടിയതറിഞ്ഞ് മാല നഷ്ടപ്പെട്ട ഓമന പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുകാർക്ക് നന്ദി പറയുകയും ചെയ്തു. എന്താ അതാ ഞാൻ പറഞ്ഞു, അയാളെ കേൾക്കാൻ പറഞ്ഞു, കയ്യോ കാലൊക്കെ ഒടിച്ചിടണം, അതാ വേണ്ടത്. ചോറ് കൊടുക്കുമല്ലോ നമ്മള്, കയ്യും കാലും ഒടിച്ചങ്ങ് ഇട്ടേക്കണം. ഇനി ഈ പണിക്ക് പോവുകയും ചെയ്യും, നമുക്ക് മാനക്കേട് കേൾക്കാനും ഒക്കത്തില്ല. 1-2 ദിവസത്തെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, 1-2 ദിവസത്തെ. ഇത് മുതുകള്ളനാ, ഇത് മുതുകള്ളൻ. അവൻ അറിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ കട്ട് കൊണ്ടുവന്നു. ഇപ്പം വലിയ കട്ടില്. ഇത്രയും ജനങ്ങൾ അറിഞ്ഞിട്ട് പോലും അവൻ വിറ്റല്ലോ. ഇത്രയും ജനങ്ങൾ ഇനി അറിയാതെ ഓടോ ഇല്ല. എന്റെ കൊച്ചി ചെറുക്കൻ വിളിച്ച് പറയുമ്പോഴാ എന്റെ മോൾ അറിയുന്നത്. എടി അമ്മ കരയുന്നു, അമ്മയുടെ മാല പോയെന്നും പറഞ്ഞ് അമ്മയെന്ന് കരയുന്നടി എന്ന് പറഞ്ഞു. എനിക്ക് കാണാൻ പറ്റുന്നില്ലടി അമ്മയുടെ നിപ്പും പറച്ചിലും ഒക്കെ കണ്ടോണ്ട് കഴിക്കാമ എന്നും പറഞ്ഞ് എന്റെ കൊച്ചി ചെറുക്കൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. സമാധാനമായി. ഞാൻ നനഞ്ഞു കൊന്ന് താറ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പോലും എനിക്കിരിക്കാം. എന്റെ തുണി മുഴുവൻ നനഞ്ഞു കുതിർന്നു വാരി നിൽക്കുന്നു. എനിക്കിപ്പോ ഒരു സന്തോഷമായി. എനിക്കിപ്പം സന്തോഷമായി സാറേ, എനിക്ക് സന്തോഷമായി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്വർണ്ണമാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും വിൽപ്പന നടത്തിയ കാസർഗോഡ് എത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് കരിത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറയ്ക്കായി ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് തീരദേശത്ത് കരിത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫുട്ബോൾ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയവയിൽ പരിശീലനം നൽകും. പുതിയ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൗസ് മുതൽ വെള്ളനാതുരുത്ത് വരെ 4.9 കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ട്രാക്ക് ആൻഡ് വാക്ക് വേ സ്ഥാപിക്കും. ഖനനത്തിനായി IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകാമെന്നും മാർച്ചിനകം ശേഷിക്കുന്ന 106 പേർക്കും തിരിച്ചു നൽകാമെന്നും IRE അറിയിച്ചിട്ടുണ്ട്. തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ IREയോടുള്ള നിലപാടിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഏറ്റവും പ്രയോജനപ്രദമായി മാറിയ ഡയാലിസിസ് യൂണിറ്റിന്റെ ഫൗണ്ടേഷൻ ആശുപത്രി, അതിനുശേഷം വൈകിട്ട് കരുത്തറയിൽ ഉള്ള ഫുട്ബോൾ ടീം. ഞാൻ CK വിനീതിനെ വിളിക്കണം എന്ന് പറഞ്ഞത് കേരളത്തിൽ മലപ്പുറവും മലബാറുമാണ് ഫുട്ബോൾ ഭ്രാന്തുള്ള പ്രദേശം എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഇത്രയധികം ഫുട്ബോൾ ഭ്രാന്തുള്ള ഒരു പ്രദേശം കരിത്തറ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ കാലയളവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ വരണം എന്ന് ആഗ്രഹിച്ചു. ഇത് IRE ടർഫിട്ട് തന്നിട്ടുണ്ട്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൂടാതെ ഇതിൻ്റെ മെയിൻ്റനൻസ് അടക്കം ഇട്ടത് കൊണ്ട് തീർന്നില്ല. ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്വം IRE ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നാമാവിശേഷമായി പോകും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചവറയിൽ ചെയ്യാൻ പോകുന്ന പ്രകടന പ്രക്രിയയുടെ ഭാഗമായി ഒരു സ്പോർട്സ് അക്കാഡമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഒരുപക്ഷെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായേക്കാം, ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിലാവും. എന്താണേലും സകലസൗകര്യം നിശ്ചയിച്ചുകൊണ്ട് ഫുട്ബോളും നീന്തലും ക്രിക്കറ്റുമെല്ലാം അടങ്ങുന്ന പുതിയ തലമുറയെ അതിനെ പരിശീലിപ്പിച്ച് ഉന്നത തലത്തിലേക്ക് എത്തിക്കുന്ന നിലയിലൊരു സംവിധാനം ചവറയിലുണ്ടാകും. ഞാൻ ശ്രീ വിനീതുവായോട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ടർഫ് തന്നെ അതിന് അനുയോജ്യമാണ്. ഇനിയും ബാക്കി അതിനോടനുബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത്. NK പ്രേമചന്ദ്രൻ MP പ്രഭാഷണം നടത്തി. IRE ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ, ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇന്ന് ഏതാണ്ട് 2 കോടിയോളം രൂപയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തൊട്ടപ്പുറത്ത് നീണ്ടകരയിലെ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ 7 ഡയാലിസിസ് മെഷീൻ ഉൾപ്പെടെയുള്ള 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നിർവഹിച്ചു. വൈകുന്നേരം കായിക മേഖലയുടെ പ്രചോദനത്തിന് പര്യാപ്തമായ ഏറ്റവും മനോഹരമായ അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത് അസാപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം
അല്ലെങ്കിൽ അതിന്റെ സമർപ്പണം കരുത്തുറ നിവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങ്. ആ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ചാരിതാർത്ഥ്യം ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക. IRA ഹെഡ് NS അജിത്ത് മുഖ്യാതിഥിയായി. അസാപ്പ് കേരള ചെയർമാനും MD-യുമായ ഡോക്ടർ ഉഷ ടൈറ്റസ് പദ്ധതി വിശദീകരണം നടത്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം CK വിനീത് കിക്ക് ഓഫ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി അധ്യക്ഷത വഹിച്ചു. ഷംല നൌഷാദ്, I ജയലക്ഷ്മി, R ജിജി, M സുശീല, A ബെന്നി, IRA ഡെപ്യൂട്ടി മാനേജർ KS ഭക്തദർശൻ, കരിത്തുറ ഇടവക വികാരി ഫാദർ സേവ്യർ ലാസർ, ജസ്റ്റിൻ ജോൺ, A സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടിയുടെ നവീകരണം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പ. സ്റ്റേഷൻ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയതായി 2 ലിഫ്റ്റുകളും സ്ഥാപിക്കും. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് സ്റ്റേഷൻ സന്ദർശിച്ച തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പയും ADRM വൈശെൽവനും അറിയിച്ചു. പുതിയതായി 2 ലിഫ്റ്റ് സ്ഥാപിക്കുമെന്നും അവർ പറഞ്ഞു. कोशिश कर रहे हैं हो जाए, ये फ्लोरिंग हो जाए, है ना, बाउंड्री वॉल वगैरह बन जाए और कोई बाहर लिफ्ट करेंगे यहाँ, लिफ्ट हो जाएगा, लेकिन लिफ्ट बनाने में 1 ईयर लगता है. आज रखेंगे 1 ईयर लगेगा, लिफ्ट करेंगे. लिफ्ट सैंक्शन हो गया क्यों? ये नौशाद पोजीशन तो FOD है, वहीं पे होगा. पोजीशन तो FOD के पास. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള കാലതാമസത്തിലെ അതൃപ്തി KC വേണുഗോപാൽ MP ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ബോർഡിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കും. പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തും. റോഡുകൾ നവീകരിക്കും. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ വിപുലപ്പെടുത്തും. പ്രധാന തീവണ്ടികളുടെ സ്റ്റോപ്പ് സംബന്ധിച്ച വിവരങ്ങൾ റെയിൽവേ ബോർഡിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ നജീം മണ്ണേൽ, KK രവി, കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, സജീവ മമ്പറ, S സന്തോഷ് കുമാർ എന്നിവർ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസർ S സിതാരയ്ക്ക് യാത്രയയപ്പ് നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം D സുകേശൻ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസർ S സിതാരയ്ക്കാണ് യാത്രയയപ്പ് നൽകിയത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലാലാജി ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം D സുകേശൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ കുട്ടികൾ ഓഫീസിലായിരിക്കും ജോലി ചെയ്യും. ഒരു ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആരോഗ്യമോ കാര്യമില്ല. നമ്മുടെ അവേഴ്സില്ലാത്ത അഡ്വക്കേറ്റ് PB ശിവൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് ആമുഖ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സംസ്ഥാന കൗൺസിൽ അംഗം RK ദീപ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. VP ജയപ്രകാശ് മേനോൻ, അഡ്വക്കേറ്റ് N രാജൻപിള്ള, S സോമൻ, P ദീപു, C രഘുനാഥ്, M ഗോപാലകൃഷ്ണപിള്ള, മിനിമോൾ, A സജീവ്, S സിത്താര, S സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ നേതൃസമിതികൾ, ലൈബ്രറികൾ, ലൈബ്രറിയന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഗേറ്റിന്റെ കമ്പികൾക്കിടയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. മൈനാഗപ്പള്ളി വേങ്ങയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. മൈനാഗപ്പള്ളി വേങ്ങ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് സംഭവം. ഹക്കീം എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഗേറ്റിലാണ് നായ കുടുങ്ങിയത്. നാട്ടുകാർ മണിക്കൂറുകളോളം പരിശ്രമിച്ചെങ്കിലും നായയെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. ശാസ്താംകോട്ടയിൽ നിന്നും അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തിയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മസ്കുലോ സ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തു.
ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് വാതരോഗങ്ങൾക്കായി മസ്കുലോ സ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് വാതരോഗങ്ങൾക്കായി മസ്കുലോ സ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഹോമിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചികിത്സാ സേവനം പുതുതായിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ അപ്പോൾ വാതരോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് പുതിയ ഒരു OP ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. വാതരോഗം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഉള്ള തലമുറ ഒരു ഘട്ടം മനുഷ്യൻ്റെ കഴിയുമ്പോഴാണ്, പ്രായമാകാറാകുന്ന സന്ദർഭത്തിലാണ് വാതരോഗം എന്ന് പറയുന്ന രോഗം എല്ലാവരിലും പിടിപെടാറുള്ളത്. എന്നാൽ ഈ ആധുനിക കാലത്ത് അതല്ല സ്ഥിതി. മറിച്ച് ചെറുപ്പക്കാരിലും അടക്കം ഇന്ന് വാതരോഗം കാണുന്ന സ്ഥിതിയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരത് SP അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനിയസ്, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BG ഭാർഗവൻ പിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു കൃഷ്ണകുമാർ, വാർഡംഗങ്ങളായ RS അനന്തലക്ഷ്മി, അനിൽ പനപ്പെട്ടി, റിയാസ് പറമ്പിൽ, മായാദേവി, G വിനോദ് കുമാർ, B ബിനോയ്, സരസ്വതി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം ആശ്രാമ മൈതാനിയിൽ ശുചിമുറി മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളിയത്. തെക്കുവശത്തെ പ്രവേശന കവാടം മുതൽ വടക്കു ഭാഗത്തെ കവാടം വരെയാണ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. വെളുപ്പിന് പ്രഭാത സവാരിക്കെത്തിയവരാണ് ശുചിമുറി മാലിന്യം മൈതാനത്ത് തള്ളിയിരിക്കുന്നത് കണ്ടത്. ഹെലിപ്പാഡിന് സമീപമാണ് മാലിന്യം കൂടുതലായി കെട്ടിക്കിടക്കുന്നത്. 150 മീറ്ററോളം ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ പ്രദേശം മുഴുവനും അസഹ്യമായ ദുർഗന്ധം പരന്നു. മൈതാനിയിൽ കളിക്കാനെത്തിയവരുടെ ഗ്രൗണ്ടിലും ശുചിമുറി മാലിന്യം ഒഴുകിയെത്തിയതായും ഇവർ പറയുന്നു. ഒരുപാട് കൊച്ചു പിള്ളേർ വൈകിട്ട് സൈക്കിളോട്ടാകുന്ന സ്ഥലമാണ്. ആൾക്കാർ വണ്ടി പഠിക്കാനേ വരുന്നില്ല. ഇങ്ങനെ ഈ വെള്ളം, മഴയത്ത് ഈ വെള്ളം ആയി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പോലും പറ്റത്തില്ല. ഒളിച്ച് അങ്ങോട്ട് വരും, ഞങ്ങൾ കളിക്കുന്ന ഭാഗത്തേക്കും വരും. ഇതിന് നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. രാത്രിയുടെ മറവിലായിരിക്കും, മഴയത്തൊക്കെ ആയിരിക്കും കണ്ടോ. അവിടെ എങ്ങനെ എൻ്റെ പോലെ ഇങ്ങനെ എൻ്റെ വരെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ഇത് സൂക്ഷിക്കേണ്ട ഒരു മൈതാനം, ഒരു നമ്മുടെ ഒരു പൈതൃക മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനമാണ് ആശ്രാമ മൈതാനം. നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. ശുചിമുറി മാലിന്യം ശേഖരിക്കുന്നതിനായി പ്രത്യേക ടാങ്കർ ലോറികൾ തന്നെയുണ്ട്. ലോറിയുടെ പിറകിലായി വലിയ പൈപ്പും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് തുറന്നുവിട്ട ശേഷം വാഹനം മുന്നോട്ടെടുത്താൽ ആർക്കും സംശയം തോന്നില്ല. അർദ്ധരാത്രിയായാൽ കാണാനും കഴിയില്ല. മാലിന്യമൊഴുക്കിയത് പോലീസിലും കോർപ്പറേഷനിലും നാട്ടുകാർ തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് കോർപ്പറേഷനിൽ നിന്നും ജീവനക്കാരെത്തി ബ്ലീച്ചിംഗ് പൗഡർ തളിച്ചതല്ലാതെ മറ്റു നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊതുജനങ്ങൾ വന്ന് രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരു കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു മൈതാനമാണ് സാറേ. ഈ സൈസ് വൃത്തികെട്ട പണി കൊല്ലം ജില്ലയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ജനങ്ങൾക്ക് മാറാരോഗങ്ങളുടെ ഭീതിയിലാണ് കേരളം. അതിൻ്റെ കൂടെ ഈ കക്കൂസ് മാലിന്യം കൂടെ ഇവിടെ കൊണ്ട് തള്ളുക എന്ന് പറഞ്ഞാൽ എത്ര ധൈര്യത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ചോദിക്കാൻ അധികാരികളില്ല എന്നുള്ള ഒരു ധാരണയല്ലേ ചെയ്ത ഏതൊരു വ്യക്തിക്കാരും ഉള്ളത്. അവർക്ക് നിയമപരമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നത്.
അഞ്ചലിൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്നു. കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഖനനത്തിനായി IRA ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൌസ് മുതൽ വെള്ളനാതുരുത്ത് വരെ സൈക്കിൾ ട്രാക്ക് ആൻഡ് വോക്ക് വേ സ്ഥാപിക്കുമെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.